ഹായ് മക്കളെ, ഇത്തവണ പുതിയ ടെക്സ്റ്റ് വന്നപ്പോൾ പരമാവധി നിങ്ങൾ ഇക്വേഷൻ ഒന്നും ബൈഹാർട്ട് ചെയ്ത് പഠിക്കരുത് എന്നാണ് സർക്കാരിന്റെ തീരുമാനം. പക്ഷെ എന്നാലും എന്താണ്, മൂന്നാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സമാന്തര ശ്രേണിയും ബീജഗണിതവും അല്ലെങ്കിൽ അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് ആൾജിബ്ര എന്നുള്ള പാഠത്തിൽ ചറപറ ഇക്വേഷൻസ് ആണ്. ആൻഡ് ആ ഇക്വേഷൻസ് മുഴുവൻ എന്ത് ചെയ്യും ഇന്ന് ഞാനിവിടെ പറഞ്ഞു തരും. അതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ്, നിങ്ങൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് എങ്ങനെയാണ് ചോദ്യം ചെയ്യുന്നത് ഈ വീഡിയോ കൂടെ തന്നെ എന്ത് ചെയ്യും നിങ്ങൾ പഠിക്കും. ഞാൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്താൽ മതി. അപ്പോൾ റെഡി ആണെങ്കിൽ വേഗം തുടങ്ങിക്കോ. ഈ പാഠത്തിലുള്ള മുഴുവൻ ഇക്വേഷൻസും നമ്മൾ ചെയ്ത് പഠിച്ചുകൊണ്ട് പോവാണ് കേട്ടോ. ഓക്കെ, സെറ്റ്. അപ്പം ഈ പാഠത്തിൽ ആദ്യമായിട്ട് ചോദിക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ശ്രേണി തന്നിട്ട് അതിൻ്റെ ആൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ എന്താണ് ബീജഗണിത രൂപം എഴുതാൻ ചോദിക്കും. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ആദ്യം ശ്രേണിയുടെ ഫസ്റ്റ് ടേം കണ്ടുപിടിക്കുക, അതേപോലെ തന്നെ പൊതുവ്യത്യാസം വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ലേ. അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ശ്രേണിയുടെ ബീജഗണിത രൂപം ആൾജിബ്രിക് ഫോമിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് xn = dn + f - d. ഇവിടെ എന്താ ചെയ്യേണ്ടത്, ഡിക്കും എഫിനും ഡിക്കും വാല്യൂ കൊടുത്താൽ എന്ത് ചെയ്യും, ഒരു ആൻസർ കിട്ടും. നിങ്ങൾ വെറുതെ ഒന്ന് വാല്യൂ കൊടുത്തു നോക്ക്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ച് പഠിപ്പിച്ചിട്ടേ ചെയ്യുള്ളൂ. വെറുതെ ഒന്ന് വാല്യൂ കൊടുത്തിട്ട് ആൻസർ നിങ്ങളൊന്ന് കമന്റ് ചെയ്യടാ. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ എന്ന് നോക്ക്. ആയിരിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് എവിടെയാ തെറ്റിപ്പോയോ നോക്കേട്ടോ. സെറ്റല്ലേ? ഇങ്ങനെയാണ് നമ്മൾ മുഴുവൻ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ആവേശം വന്നില്ല. ഈ പാഠത്തിൽ നിന്ന് ഇത് പഠിച്ചാൽ എല്ലാ ചോദ്യവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. നോക്കിക്കോ. അപ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ പഠിച്ചല്ലോ. ഇനി രണ്ടാമത്തെ ഇക്വേഷൻ നേരെ തിരിച്ചാണ്. എന്താണ്, ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം തരും. എന്നിട്ടോ അതിൻ്റെ ആദ്യ പദവും പൊതുവ്യത്യാസവും ചോദിക്കും. വളരെ സിമ്പിളാണ്. ആദ്യ പദവും പൊതുവ്യത്യാസം ചോദിക്കണമെങ്കിൽ ഇതിൻ്റെ പൊതുവ്യത്യാസം എന്ന് പറയുന്നത് ഈ എന്നിൻ്റെ കൂടെ ആരോ ഒരാളില്ലേടാ, എന്നിൻ്റെ ഗുണകമില്ലേ, കോഎഫിഷ്യൻ, അതായിരിക്കും പൊതുവ്യത്യാസം. അഥവാ d = 3 ആയിരിക്കും. അപ്പോൾ ആദ്യ പദം എന്ന് പറയുന്നത് ഈ n ഇല്ലെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, 3 + 5 അല്ലേ. അപ്പോൾ അതായിരിക്കും ഫസ്റ്റ് ടേം. 3 + 5 = 8. ഇതാണ് സാധനം. ഇനി നിങ്ങൾക്ക് ശ്രേണി എഴുതി കൂടെ. ശ്രേണി എന്താ, ഫസ്റ്റ് ടേം 8 ആണ്. പിന്നെ ഡി ഇങ്ങനെ കൂട്ടി പോയാൽ മതി, 14 ഇങ്ങനെ പോവും. ഇതാണ് സാധനം. സെറ്റല്ലേ? ചെയ്യാനാവുമല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറഞ്ഞു. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മറ്റൊരു ചോദ്യം ഞാൻ തരാം. 4n - 3. ഇത് കുറച്ച് ട്വിസ്റ്റ് ഉണ്ട് കേട്ടോ. കുറച്ച് ട്വിസ്റ്റ് ഉണ്ട്. ഒന്ന് ചെയ്ത് നോക്ക്. ചെയ്യ്. ഡി കാണാൻ എളുപ്പല്ലേ. ഉത്തരം ഇതായിരിക്കും. സാധനം ഇതായിരിക്കും. എന്ത്, നിങ്ങൾക്ക് ഡി കിട്ടുക, എഫ് കിട്ടുക. തെറ്റിപ്പോയിട്ടുണ്ട്, ഒന്ന് നോക്കട്ടെ എവിടെയാ തെറ്റിയെന്നുള്ളത്. ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോ, ഞാൻ എന്ത് ചെയ്തുതരാം, ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ റെഡി ആണല്ലോ. അപ്പോൾ രണ്ടാമത്തെ ഇക്വേഷനും പഠിച്ചു. ഇനി അടുത്തത് നോക്കടാ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ നമ്പേഴ്സ്, എണ്ണൽ സംഖ്യകളുടെ തുക കണ്ടുപിടിക്കാൻ സിമ്പിളാണ്. n × n + 1/2. അതാണ് ഇക്വേഷൻ. n എന്ന് പറഞ്ഞാൽ എത്ര ടേംസ് ഉണ്ട്, എത്ര പദങ്ങളുണ്ട് എന്നാണ്. അപ്പോൾ ഇവിടെ നോക്കടാ, ഇതിൻ്റെ തുക വേഗം നിങ്ങൾ കണ്ടുപിടിച്ച് ഇതിൽ വാല്യൂ കൊടുത്താൽ മതി. എന്നിൻ്റെ വാല്യൂ എന്താ, ഇവിടെ 1 മുതൽ 50 വരെ n 50 ആണ്. അപ്പോൾ ചെയ്ത് നോക്ക്, 50 × 51/2. ഇതല്ലേ നിങ്ങൾക്ക് കിട്ടിയ ആൻസർ. നോക്ക്, ഇതേപോലെ ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് വരും. ചെയ്യാൻ പറ്റൂലേ? ഓക്കെ. അപ്പം എണ്ണൽ സംഖ്യകളുടേതാണെങ്കിൽ ഇരട്ടാക്ക സംഖ്യയിൽ എന്തില്ല, ഇല്ല. n × n + 1 എന്നേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യടാ, നിങ്ങൾ ഇതിൻ്റെ ഒന്ന് കണ്ടുപിടിക്കുക, വേഗം കണ്ടുപിടിക്കുക. സാർ 50 സിമ്പിൾ അല്ലേ. 50 × 51 എന്നാണ് എഴുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. കാരണം എന്താ, എന്നിന് ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടുത്തെ കേസിൽ n വരെ 50 വരെയുള്ള ഇരട്ടക്ക സംഖ്യ ആണെങ്കിൽ 50ൻ്റെ നേരെ പകുതി 25ആണ് n വരിക. വേറെ വ്യത്യാസങ്ങളുണ്ട്. അപ്പം 25 × 26 അതിൻ്റെ ആൻസർ എന്തായിരിക്കും, ഇതായിരിക്കും. നിങ്ങൾക്ക് ശരിയായിട്ടുണ്ടോ? നിങ്ങൾ ശരിയായിട്ടുണ്ടെങ്കിൽ വേണേൽ കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ ഇത് 11ാമത്തെ സ്ലൈഡാണ്. നിങ്ങൾ സ്ലൈഡ് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ എന്ത് ചെയ്തോ, നിങ്ങൾ കമൻറ്റ് ചെയ്തോ, സംഭവം സെറ്റാണ്. ഓക്കെ, നെക്സ്റ്റ് ഒറ്റയക്ക സംഖ്യയുടെ തുക n². എത്ര പദങ്ങളാണോ അതിൻ്റെ സ്ക്വയർ ആയിരിക്കും, വർഗ്ഗമായിരിക്കും. ആകെ നമ്മുടെ പ്രശ്നം വരാൻ പോകുന്നത് പദങ്ങൾ എത്ര ഉണ്ടെന്ന് മാത്രമാണ്. അപ്പം ഇത് എത്ര പദങ്ങളുണ്ടാ, 1 മുതൽ 25 വരെ ഉള്ള ഒറ്റയക്ക സംഖ്യയുടെ തുകയിൽ ഒന്നും നോക്കണ്ട. ഈ അവസാനത്തെ പദയിലടാ, അതിൻ്റെ കൂടെ 1 കൂട്ടുക, എന്നിട്ട് /2 ആയിരിക്കും നമ്പർ ഓഫ് ടേംസ്. അപ്പോൾ 26/2 13. അപ്പോൾ വേഗം ആൻസർ എന്തായിരിക്കണം ആൻസർ, കമൻറ്റ്. എന്താ ആൻസർ വരിക, 13 ടേംസ് ആണെങ്കിൽ 13² 169 ആയിരിക്കും നമ്മുടെ ആൻസർ. അപ്പം അതും കഴിഞ്ഞു. സിമ്പിൾ അല്ലേ? സിമ്പിളായി പോകുന്നില്ലേ? ഇനി എന്ത്, അതാ നിങ്ങൾ ചോദ്യം ചെയ്ത് പോകണം കേട്ടോ. ചെയ്ത് പോണേ. അപ്പം ഒരു കാര്യം കൂടെ ഉണ്ട്, നാളെയാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നത്. ഇന്ന് രാത്രി 7:15 നമ്മുടെ ലൈവ് ഉണ്ട്. ഇത് മുഴുവൻ എന്ത് ചെയ്യും, ഒന്നും കൂടെ നമ്മൾ അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കും. ലൈവിൻ്റെ ലിങ്ക് ഇതാ ഞാൻ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം തന്നെ അത് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് നോട്ടിഫൈ മീ കൊടുത്ത് വേണേൽ വാട്സപ്പിലൊക്കെ സ്റ്റാറ്റസ് ചെയ്തോ, ഫ്രണ്ട്സും കൂടെ വന്നോ. ഇമാതിരി ഒരു നിങ്ങളുടെ ജീവിതത്തിൽ എഴുതിയ ഏറ്റവും ബെസ്റ്റ് മാത്സ് എക്സാം ആയിരിക്കും നാളെ നിങ്ങൾ എഴുതാൻ പോകുന്നത്. ഓക്കെ, റൈറ്റ്. നെക്സ്റ്റ് സമ്മിന് മറ്റൊരു ഇക്വേഷൻ കൂടി ഉണ്ട്. SN = ആ ഇക്വേഷൻ എന്താണ്, SN = n/2 × x1 + xn എന്നാണ്. n/2 × x1 + xn. ഇവിടെ അപ്പോൾ സാറേ താഴെ എന്തിനാണ് എഴുതിയെന്ന് വെച്ചാൽ, ഇതിൽ മിക്കവാറും നിങ്ങൾക്ക് എന്തായിരിക്കും 3 എണ്ണം വേണം. n, x1, xn. ഇതിൽ ഏതെങ്കിലും 2 എണ്ണേ തരുള്ളൂ.
അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ n കണ്ടുപിടിക്കേണ്ടി വരും. n കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. ഇത് നമ്മൾ ഒന്നാമത്തെ പാഠത്തിലുള്ള കേട്ടോ, xn മൈനസ് x1 ബൈ d പ്ലസ് 1. അതേപോലെ തന്നെ nth ടേം കണ്ടുപിടിക്കണമെങ്കിലോ x1 പ്ലസ് n മൈനസ് 1 ഇൻറ്റു d. ഇത് വെച്ചിട്ട് നിങ്ങൾക്ക് സം കണ്ടുപിടിക്കാൻ വരും. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ് ചോദ്യം. 8, 16, 24 അപ് ടു 80 വരെയുള്ളതിൻ്റെ എന്ത് ചെയ്യണം, തുക കണ്ടുപിടിക്കണം. ഓക്കെ, ഇവിടുത്തെ കേസിൽ നമുക്ക് ഫസ്റ്റ് ടേമും അറിയാം, അതേപോലെ തന്നെ ലാസ്റ്റ് ടേമും അറിയാം. പക്ഷേ നമ്പർ ഓഫ് ടേംസ് ആണ് ഇവിടെ. നമ്പർ ഓഫ് ടേംസ് എന്ത് ചെയ്യുക, ഈ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചാൽ നമുക്ക് 10 എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ കിട്ടിക്കഴിഞ്ഞാൽ ഡയറക്റ്റ് എന്ത് ചെയ്താൽ മതി, ചെയ്താൽ നമുക്ക് ഫൈനൽ ആൻസർ 450. നിങ്ങൾക്ക് അതന്നെയല്ലേ കിട്ടിയത്, ഫൈനൽ ആൻസർ 450. അപ്പോൾ അതാണെന്ത്, സമ്മ് കാണാനുള്ള, ഏത് ശ്രേണിയുടെ സമ്മ് കാണാനുള്ള ഇക്വേഷൻ n/2 ഇൻറ്റു x1 പ്ലസ് xn ആണ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത ടോപ്പിക് എന്താ വെച്ചാൽ ഒരു ശ്രേണിയുടെ ബീജഗണിത രൂപം തരും. ഇതുപോലെ 2n+3 എന്നുള്ള രീതിയിൽ ശ്രേണിയുടെ ബീജഗണിത രൂപം തന്നിട്ട് നമ്മളോട് ചോദിക്കും എന്ത്, അതിൻ്റെ n പദങ്ങളുടെ തുകയുടെ ബീജഗണിത രൂപം, അല്ലെങ്കിൽ എന്താണ് സം ഓഫ് ദ ഫസ്റ്റ് n ടേംസ്, അല്ലെങ്കിൽ ആൾജിബ്രൈക് ഫോം ഓഫ് ദ സം. എന്താണെങ്കിലും എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. നമുക്കറിയാം, ഒരു ശ്രേണി തന്നാൽ നിങ്ങൾ അതിനെ an+b എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 2n+3നെ an+b എന്നുള്ള സ്റ്റാൻഡേർഡ് ഫോമായിട്ട് നിങ്ങൾ കമ്പയർ ചെയ്താൽ a എന്ന് പറയുന്നത് n-ന്റെ കോഎഫിഷ്യന്റ് ഗുണകമാണ്, അപ്പോൾ 2 ആയിരിക്കും. b എന്ന് പറയുന്നത് എന്തായിരിക്കും, 3 ആയിരിക്കും. എയും ബിയും കിട്ടിക്കഴിഞ്ഞാൽ ഇതാണ് ഇക്വേഷൻ. എന്ത്, Sn is equal to a/2n² പ്ലസ് a/2 പ്ലസ് b ഇൻറ്റു n. a/2n² പ്ലസ് a/2 പ്ലസ് b ഇൻറ്റു n ആണ് എന്ത്, ഇതിൻ്റെ ഇക്വേഷൻ വരാം. ചെയ്യാൻ പറ്റുമോ? ഒന്ന് വെറുതെ എക്കും ബിക്കും കൊടുക്കുക, എന്നെ അവിടെ തൊടാടെ വെച്ചോട്ടോ, വാല്യൂ കൊടുത്തു നോക്കി ഉത്തരം കിട്ടും. നോക്കിക്കോ, ഇതാണ് ഉത്തരം വരിക. n² പ്ലസ് 4n ആണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഫൈനൽ ആൻസർ ഇട്ട്. അതന്നെയല്ലേ കിട്ടിയത്. നെക്സ്റ്റ് ഇനി ഇതൊന്നും ഇല്ലാതെ, അതായത് പദങ്ങളുടെ ബീജഗണിത രൂപം ഒന്നും ഇല്ലാതെ ഒരു ശ്രേണി തന്നാൽ ആ ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം കാണാനുള്ള ഇക്വേഷൻ ആണ് Sn is equal to d/2n² പ്ലസ് f മൈനസ് d/2 ഇൻറ്റു n. ഓക്കെ, അപ്പോൾ സാർ ഇതിൽ ബാക്കി സാധനങ്ങളൊക്കെ ഒന്നുമില്ലടാ, ഡിയും എഫും മാത്രമേ കാണൂ, എന്നെ അവിടെ തന്നെ വെച്ചാൽ മതി. വേഗം കണ്ടിട്ട് നിങ്ങളൊന്ന് ആൻസർ ഇട്ട് നോക്ക്, എന്താ ആൻസർ വരിക നോക്കാം. ഇതാണ് ആൻസർ ഉണ്ടാവുക. എഫ് 5 ആണ്, അതേപോലെ തന്നെ ഡി എന്ന് പറയുന്നത് എന്താണ്, 9 - 5 4 ആണ്. വാല്യൂ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ലാസ്റ്റ് ആൻസർ എന്താണ്, 2n² പ്ലസ് 3n എന്ന് കിട്ടും. ഓക്കെ, സെറ്റല്ലേ. ഇനി എന്തെങ്കിലും ഉണ്ടോ ചോദ്യം? യെസ്, ലാസ്റ്റ് ഒരു ചോദ്യം കൂടെ ഉണ്ട്. എന്താണ്, ഒരു ശ്രേണി തന്നിട്ട് ഒരു ശ്രേണി തരും, ഒരു ശ്രേണിയുടെ തുകയുടെ ബീജഗണിത രൂപം തന്നിട്ട് പിന്നെ നമ്മളോട് ചോദിക്കുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ nth ടേം കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ശ്രേണിയുടെ ബീജഗണിത രൂപം കണ്ടുപിടിക്കാനാണ് ചോദിക്കുക. അതിൽ ഏറ്റവും അതല്ല, ചിലപ്പോൾ ശ്രേണി എഴുതാനും ചോദിക്കും. ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കിത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂടാ, നിങ്ങൾക്ക് ആൻസർ കിട്ടും. അതായത് അതിൻ്റെ പൊതു വ്യത്യാസം എന്ന് പറയുന്നത് ഈ n² ഗുണകം ഉണ്ടല്ലോ, കോഎഫിഷ്യന്റ്, അതിൻ്റെ നേരെ ഡബിൾ ആയിരിക്കും. അപ്പോൾ ഇവിടുത്തെ കേസിൽ 3 ആണെങ്കിൽ 2 × 3 അഥവാ 6 ആയിരിക്കും പൊതു വ്യത്യാസം. ഇനി ഫസ്റ്റ് ടേമോ ഈ n ഇല്ലാന്ന് കരുതിയാൽ മതി. അപ്പം എന്താ വരിക, 3 + 2 5 ആണ്. പൊതുവ്യത്യാസവും ഫസ്റ്റ് ടേമും കിട്ടിയെങ്കിൽ നമുക്ക് ശ്രേണിയും എഴുതാൻ പറ്റും, ശ്രേണിയുടെ ബീജഗണിത രൂപം എഴുതാൻ പറ്റില്ല. ബീജഗണിത രൂപത്തിന്റെ ഇക്വേഷൻ എന്തായിരുന്നടാ, dn + f - d. നമ്മൾ ഫസ്റ്റ് പഠിച്ച dn + f - d കൊടുത്താൽ മതി. അപ്പൊ വേഗം ചെയ്യ്, ഇതിന്റെ ശ്രേണിയുടെ ബീജഗണിത രൂപം എന്താന്ന് പറയും, 6n - 1 ആയിരിക്കും കിട്ടുക. 6n - 1 ആയിരിക്കും കിട്ടുക. d 6 ആണ്, f 5 ആണ്, ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. ആൻഡ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ പാഠത്തുനിന്ന് എങ്ങനെ ചോദിക്കുന്ന ചോദ്യം കിട്ടും നിങ്ങൾക്ക്. ഓക്കെ, അപ്പം വേഗം എന്ത് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം പറയാം. രാത്രി 7:15 ലൈവ് മറക്കരുത്, ലിങ്ക് കമൻറ്റ് പിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് സേവ് ചെയ്ത് നോട്ടിഫൈ കൊടുത്ത് വാട്സപ്പ് സ്റ്റാറ്റസ് ഒക്കെ കേട്ടോ. അപ്പം ബൈ.